വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷ് ആയിട്ടുള്ള ഹമ്മൂസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. നമുക്കിനി ഹമ്മൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് വെള്ളക്കടല ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കുതിർത്തെടുക്കണം. ഇതൊരു 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കാം. നമുക്കിപ്പോൾ രാവിലത്തേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി കുതിർത്താലും മതി. ഇനി നമുക്ക് അത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. കുക്കറിലോട്ട് ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് സ്പ്രെഡ് ആവാനായിട്ടാണ്. എന്നിട്ടിത് നല്ലതുപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിതൊരു 3 വിസിലിനാണ് വേവിക്കുന്നത്. 3 വിസിലിന് വേവിച്ച് അത് പ്രഷർ പോയതിന് ശേഷമാണ് ഞാനിത് തുറന്നു നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് നമ്മളെ കടല വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ വേണം വേവാനായിട്ട് കേട്ടോ. കണ്ട, നമ്മൾ കൈ കൊണ്ട് അമർത്തുമ്പോൾ നോക്കിയേ നല്ലതുപോലെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. ഡ്രെയിൻ ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ഡ്രെയിൻ ചെയ്ത് കളയരുത്. നമ്മൾക്ക് ഇതിന് ഏകദേശം 1 കപ്പ് വെള്ളം എടുത്തു വെക്കാം. നമുക്ക് 1 കപ്പ് മുഴുവനായിട്ട് ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും 1 കപ്പ് വെള്ളം മാറ്റി വെക്കാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിയേ, അടിച്ചിട്ട് ഞാനിതാ ഈ ഒരു കൺസിസ്റ്റൻസി വരെ അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇനിയാണ് നമുക്ക് ഇതിലോട്ട് തഹീന ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഇവിടെ തഹീന എടുത്തിട്ടുള്ളത്. ഇത് വെളുത്ത എള്ളിൻ്റെ പേസ്റ്റിനാണ് തഹീന എന്ന് പറയുന്നത്. തഹീന എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അടിയിൽ അടിഞ്ഞു കിടക്കും. അത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മളിവിടെ 1/4 കപ്പ് വെള്ളക്കടലയ്ക്കാണ് ചേർക്കുന്നത്. 1/4 കപ്പ് വെള്ളക്കടലയ്ക്ക് ഒരു 3 to 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് തഹീന ചേർത്ത് കൊടുക്കാം. പിന്നെ തഹീനയുടെ ഒക്കെ അളവ് നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ 1 ടീസ്പൂൺ തൈരും കൂടി ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, എനിക്ക് ഇതിൽ കുറച്ചും കൂടി തഹീന വേണമെന്ന് തോന്നി. പിന്നെ ഒരു 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്തു. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളതാണ് 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഇത് ഒലീവ് ഓയിൽ തന്നെ ഒഴിക്കണം. ഒലീവ് ഓയിലാണ് ആവശ്യം. പിന്നെ ഒരു തരി കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവ് തോന്നി, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു ക്രീമി പരുവത്തിൽ വേണം കിട്ടാൻ. അപ്പോൾ അത് ഞാൻ എടുത്തു. ഇനി നമുക്കത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അറബ്സ് ഇത് സെർവ് ചെയ്യുന്നത് ഇതേപോലെ ഒരു പരന്ന പാത്രത്തിൽ എടുത്തിട്ട് ഇങ്ങനെ നടുക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ടെടുക്കും. ഒരു ചാല് പോലെയൊക്കെ ഇടാന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് അതിൽ ഒലീവ് ഓയിൽ ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെക്കറേഷനും ചെയ്തിട്ടാണ് ഇത് അവർ സെർവ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഒലീവ്സ് ഒക്കെ ഇട്ടത്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒലീവ്സ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.